കോൺഗ്രസ് ഭരണം തുടർന്നിരുന്നെങ്കിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്രമൊരിക്കലും സാധ്യമാകില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഔറംഗസേബിന്റെ ജിസിയ നികുതിക്ക് സമാനമായി നികുതി ചുമത്തും എന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. മധ്യപ്രദേശിൽ അശോക് നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംബന്ധിച്ചും ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ചും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുറന്നടിച്ചത്. കോൺഗ്രസ് എന്നും വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നും അവർ ഭരണം തുടർന്നിരുന്നെങ്കിൽ രാമജന്മഭൂമിയെക്കുറിച്ചും കൃഷ്ണ ജന്മഭൂമിയെക്കുറിച്ചും സംസാരിക്കാൻ പോലും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ കാലത്ത് രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല. മോദി സർക്കാർ രാജ്യത്തിന്റെ സംസ്കാരത്തെ മുറുകെ പിടിക്കുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. एक तरफ मोदी जी कहते हैं कि गुलामी के अंशों को समाप्त करेंगे लेकिन विरासत का सम्मान करेंगे, और दूसरी तरफ कांग्रेस क्या कहती है अपने मैनिफेस्टो में, कहती है हम विरासत टैक्स लगाएंगे. क्या आगे कोई राम मंदिर की बात करेगा कांग्रेस के समय में, कृष्ण जन्मभूमि की बात करेगा, या महाराज भोज के मंदिर की बात करेगा, भोजराज के मंदिर की बात करेगा? ये सब की बात तो लोग कांग्रेस के समय तो भूल ही जाइए. ഔറംഗസേബ് ഭരണകാലത്ത് മുസ്ലിമുകൾ അല്ലാത്തവരിൽ നിന്ന് ഈടാക്കിയ ജിസിയ നികുതിക്ക് സമാനമായി അനന്തരാവകാശ നികുതി ചുമത്തുമെന്നാണ് കോൺഗ്രസ് സമാജ്വാദി സഖ്യം പ്രകടന പത്രികയിൽ പറയുന്നതെന്നും യോഗി വിമർശിച്ചു. ഇത് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും മണ്ണാണെന്നും ജിഹാദിന് ഇവിടെ സ്ഥാനമില്ലെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ജനം, ഡൽഹി.